അയ്യോ എന്റെ കോഴി. അയ്യോ കോഴി ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലല്ലോ അത് തന്റെ കോഴിയാന്ന്. പച്ചകളെ എന്റെ വയറ്റിൽ പിഴപ്പാണ് നിങ്ങൾ കഴിക്കണത്. എനിക്കതിന്റെ കാശ് കിട്ടണം. കാശാ? കോഴി കാശും കൊണ്ടാടാ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തേ കാണിച്ചേ? ഇവന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? ആ കോഴിയുടെ കാശ് കൊടുത്തേ. എന്ത് കാശ്? ചാവാണ്ട് പോടാ. തെറ്റ് ചെയ്തിട്ട് പോക്കൃത്തരം കാണിക്കുന്ന കാശ് കൊടുറ. കാശ് കൊടുത്തില്ലെങ്കിൽ താനിതിൽ ഇടപെടണ്ട. ഇത് ഇവര് തമ്മിലുള്ള പ്രശ്നം. ഇവര് തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നീ എന്തിനാ ഇടപെടുന്നത്? അത് പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റാണ്. അതിന് മക്കള് പോ. ഇല്ല, ആ കാശ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പോകും. നീ കാശും കൊണ്ടേ പോകൂ അല്ലടാ. ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ എന്ത് ചെയ്യൂടാ? നീ എന്ത് ചെയ്യൂടാ? പറടാ, എന്ത് ചെയ്യുന്നു? വെറുതെ ചെറിയ പ്രശ്നം വലുതാക്കണ്ട. വലുതാക്കിയാ നീ എന്ത് ചെയ്യൂടാ? നാണമില്ലേ നിങ്ങൾക്ക്? സ്പോർട്സ് കോളേജിലെ കുട്ടികളാണെന്ന് പറഞ്ഞ് നടക്കാൻ. നിങ്ങൾ തമ്മിൽ വാശിയോ വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെ തമ്മിൽ തല്ലിയല്ല, പരസ്പരം മത്സരിച്ച് കഴിവ് തെളിയിച്ചിട്ടാണ്. അല്ലാതെ സാധാരണ കോളേജിലെ കുട്ടികളെ പോലെ വഴക്കൂടാനാണെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ ഒന്നും മിണ്ടാത്തത്? സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത പാപ്പരാസികള്. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 10 വർഷത്തിനുള്ളിൽ ആദ്യത്തെ സംഭവമായത്. ആ നിലയ്ക്ക് ശിക്ഷ നൽകാതിരിക്കാൻ എനിക്ക് കഴിയില്ല. Not only that, it should be a warning for other students too. കുഞ്ഞവരാ. യെസ് സർ. സോ ഇതിനുള്ള ശിക്ഷയായിട്ട് 1000 രൂപ ഫൈൻ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഈടാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഈ തുക അടയ്ക്കാത്ത പക്ഷം കോളേജ് ഗ്രൗണ്ടിന് ചുറ്റും 50 പ്രാവശ്യം ഓടണം. ഓട്ടം പൂർത്തിയാക്കാത്ത പക്ഷവും ഈ തുക അടയ്ക്കേണ്ടതായി വരും. അണ്ടർസ്റ്റാൻഡ്? ഇവയിൽ ഏതെങ്കിലും ഒന്നിന് വിധേയരാവാതെ ഇനി രണ്ടുപേരും ക്ലാസ്സിൽ കയറണ്ട. ഓക്കെ, യു ക്യാൻ ഗോ നൗ. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 400 മീറ്റർ അല്ലേ? അപ്പൊ 50 റൗണ്ട് ആവുമ്പോൾ 20 കിലോമീറ്റർ വരില്ലേ? 20 കിലോമീറ്ററോ? ഓ മൈ ഗോഡ്, അതിലും ഭേദം 1000 രൂപ അടയ്ക്കുന്നത്. ആ ടീനു പയനടിക്കാൻ പോയി കഴിഞ്ഞു. സോറി, ഒന്ന് മാറണേ, ഒന്ന് മാറണേ ചേട്ടാ. കുറച്ച് പൈസയുടെ കുറവുണ്ട്. പറ്റില്ല, അത് ശരിയാവില്ല. അല്ല ചേട്ടാ, നടക്കില്ല. ഇവിടെ ചേട്ടാ, ചേട്ടാ പ്ലീസ് ഒന്ന് അനുസരിച്ച്.
മച്ചാ അവൻ ഓവർ സ്മാർട്ട് ആവാനുള്ള ശ്രമമാണ്. അവനാണ് ആൺകുട്ടി. പക്ഷേ ഓടി തീർക്കോ? തീർന്നാലും ഇല്ലെങ്കിലും അവൻ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഐ റെസ്പെക്ട് ഹിം. അർജുൻ 48 റൗണ്ട് കഴിഞ്ഞു. ഇനി 2 റൗണ്ടേ ബാക്കിയുള്ളൂ. ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ? പാവം, ബോള് ബാസ്കറ്റ് ചെയ്യുമ്പോൾ എളുപ്പാന്ന് വിചാരിച്ചു കാണും. വീണു പോവോ സാർ?